ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ 12 മൊഡ്യൂൾ ബോക്സിൻ്റെ ബോർഡ് വയറിംഗ് ആണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ ഫേസ് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ചിൻ്റെ അടിയിലത്തെ ടെർമിനലാണ് ഫേസ് കയറി ഇറങ്ങി പോകുന്നത്. പിന്നെ മെയിൻ വരുന്ന ഫേസ് അതിൻ്റെ അടിയിൽ തന്നെ കയറും. ടോപ്പ് സൈഡ് എല്ലാം കൺട്രോളായിട്ടാണ് പോകുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് രണ്ട് സോക്കറ്റിന് രണ്ട് സ്വിച്ചുകൾ, പിന്നെ അതേപോലെ ഡിമ്മർ, ഒരു ഫാൻ കൺട്രോൾ, പിന്നെ രണ്ട് ലൈറ്റ് കൺട്രോൾ, അങ്ങനെയാണ് നമ്മളിത് വെച്ചേക്കുന്നത്. ഒരു സ്വിച്ചിൻ്റെ മുകളിലത്തെ ടെർമിനലിൽ നിന്ന് അതിൻ്റെ ഒരു ഫേസ് കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അതിൻ്റെ മുകളിലത്തെ ടെർമിനൽ കറണ്ട് വന്ന് നേരെ അതുവഴി സോക്കറ്റിൻ്റെ വലത്തെ സൈഡിലോട്ട് കയറണം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വലത്തെ സൈഡിലായിട്ടാണ് വലത്തെ ടെർമിനൽ, അതായത് സോക്കറ്റിൻ്റെ വലത്തെ ടെർമിനലാണ് നമുക്ക് ഫേസ് കയറേണ്ടത്. എല്ലാ കമ്പനി സ്വിച്ചും സോക്കറ്റിൻ്റെ കമ്പനി അതിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലെന്നും എന്നെന്നും എർത്തിൻ്റെ ചിഹ്നവും കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാലും ചെയ്താൽ മതി. അപ്പം വലത്തെ ടെർമിനലാണ് നമുക്ക് ഫേസ് ആയിട്ട് വരുന്നത്. അതായത് സ്വിച്ചിൽ നിന്ന് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സോക്കറ്റിലോട്ട് കറണ്ട് വരുന്നത് അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അതായത് സ്വിച്ചിൻ്റെ അടിക്കാലുകളെല്ലാം നമ്മൾ ബോർഡ് വയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ ഉപയോഗിച്ചേക്കുന്ന 1.5 വയറാണ്, വി-ഗാർഡിൻ്റെ വയറാണ് ബോർഡ് വയറിന് വേണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് സോക്കറ്റ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. രണ്ട് സോക്കറ്റ് വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ രണ്ട് സോക്കറ്റ് ഉപയോഗിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് തന്നെ മതി. നമ്മളും അതേപോലെ അടുത്ത സ്വിച്ചിൻ്റെ മുകളിലത്തെ ടെർമിനലിൽ നിന്ന് നമ്മളൊരു 1.5 വയർ കണക്ട് ചെയ്ത് നേരെ അടുത്ത സോക്കറ്റിൻ്റെ വലത് സൈഡിലത്തെ, അതായത് വലത്തെ ടെർമിനലിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അതാണിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 mm വയർ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. 1.5 തൊട്ട് വേണം നമ്മൾ ബോർഡ് വയർ ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. കാരണം ഇതിൽ വലിയ ലോഡൊന്നുമില്ല. ഫോൺ ചാർജ് ചെയ്യാനും അതേപോലെ പിന്നെ എമർജൻസി ലാമ്പുകൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ രണ്ട് സോക്കറ്റുകൾ ആവശ്യം പറഞ്ഞു വെച്ചേക്കുന്നത്. അതുകൊണ്ട് വലിയ ലോഡൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ വയറുകൾ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ 2.5 വയർ വേണം ഉപയോഗിക്കാൻ. 1 mm വയർ ഒരിക്കലും ഉപയോഗിക്കരുത് ബോർഡ് വയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും ലോഡ് അതുവഴി താങ്ങി പോകത്തില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സോക്കറ്റിൻ്റെ ന്യൂട്രൽ ലൈനാണ്, ന്യൂട്രൽ വരുന്ന ഭാഗമാണ്. അപ്പോൾ അടുത്ത ലെഫ്റ്റ് സൈഡിൽ ടെർമിനലിൽ നമ്മൾ ന്യൂട്രൽ ലൈൻ കൊടുക്കുകയാണ്. അതിൽ നിന്ന് നേരെ അടുത്ത സോക്കറ്റിൻ്റെ ന്യൂട്രലിലോട്ട് പോകുന്നു. അതായത് അടുത്ത സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ന്യൂട്രലിൻ്റെ കാലിലോട്ട് നമ്മൾ കയറ്റുന്നു. അതിൽ നിന്നാണ് മെയിൻ ന്യൂട്രൽ വന്ന് കയറുന്നത്. അപ്പോൾ നമ്മൾ ഇത് രണ്ട് ലിങ്ക് ചെയ്തിടുകയാണ്. ന്യൂട്രൽ കോമൺ ആയിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ ന്യൂട്രൽ ലിങ്ക് ചെയ്തിടുകയാണ്. ഈ ലെഫ്റ്റ് സൈഡ് കാലിൽ തന്നെയാണ് മെയിൻ വരുന്ന ന്യൂട്രൽ ഡയറക്റ്റ് കയറുന്നത്. അതിൽ നിന്ന് അപ്പുറത്തെ സോക്കറ്റിലോട്ട് ഡയറക്റ്റ് പോകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതേ രീതി തന്നെയാണ് എർത്തിങ്ങിന് നമ്മൾ ചെയ്യുന്നത്. അതായത് രണ്ട് ടെർമിനൽ എർത്തിങ്ങിനും രണ്ട് സോക്കറ്റിൽ വരുന്നത് കൊണ്ട് സോക്കറ്റിൻ്റെ മുകൾ സൈഡിൽ നിന്നാണ് എർത്തിങ് നമ്മൾ ലൂപ്പ് ചെയ്ത് ഇതേപോലെ കൊടുക്കുന്നത്. അടുത്തതായി കൊടുക്കുന്നത് എർത്താണ്. എർത്തും ഇതേപോലെ സോക്കറ്റിൻ്റെ ടോപ്പ് സൈഡിൽ നിന്ന്, അതായത് മുകളിലത്തെ ടെർമിനലിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ചെയ്യുന്നത് അതാണ്. ഒരു സോക്കറ്റിൻ്റെ മുകളിലത്തെ ടെർമിനൽ ചിഹ്നം തന്നെ, എർത്തിൻ്റെ ചിഹ്നം തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിൽ നിന്ന് സോക്കറ്റിൻ്റെ ആ ടെർമിനലിൽ നിന്ന് അടുത്ത സോക്കറ്റിൻ്റെ മുകളിലത്തെ ടെർമിനലിലോട്ടാണ് നമ്മൾ എർത്ത് എടുക്കേണ്ടത്. വയർ വാരി വലിച്ചിടരുത്. നമ്മുടെ ബോർഡിൻ്റെ അകത്ത് കറക്റ്റായിട്ട് നിൽക്കുന്ന രീതി വേണം ബോർഡ് വയർ ചെയ്യാൻ. ഈ വാരി വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കെല്ലാം കൂടെ ബോക്സിൻ്റെ അകത്ത് വെക്കാൻ പറ്റത്തില്ല. കാരണം ഇനി കൺട്രോൾ വയറുകളും മെയിൻ ലൈനുകളും നമുക്ക് ബോക്സിൻ്റെ അകത്ത് വരുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന അപ്പുറത്തെ സോക്കറ്റിൻ്റെ മുകൾ ടെർമിനലിൽ നിന്ന് എടുത്ത എർത്ത് ഇപ്പുറത്തെ സോക്കറ്റിൻ്റെ മുകൾ ടെർമിനൽ കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്താണ് മെയിൻ എർത്തും വന്ന് കയറുന്നത്. ഇതിൽ തന്നെ ചിഹ്നമുണ്ട്, എഴുത്തുമുണ്ട്. ഇത് നമ്മുടെ ഫാൻ്റെ ഡിമ്മറാണ്. ഫാൻ്റെ ഡിമ്മറിൻ്റെ അകത്ത് രണ്ട് വയറുകളുണ്ട്, അതായത് റെഡ്, യെല്ലോ. അപ്പോൾ റെഡ് വയർ എടുത്ത് നേരെ ഒരു സ്വിച്ചിൻ്റെ മുകളിലത്തെ ടെർമിനൽ കൊടുക്കണം. അടുത്ത് കാണുന്ന മഞ്ഞ വയർ നേരെ ഫാനിൻ്റെ കൺട്രോൾ വയറുമായിട്ട് ജോയിൻറ്റ് ചെയ്ത് വിടണം. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ റെഡ് വയർ എടുത്ത് ഫാനിൻ്റെ ഡിമ്മറിൻ്റെ റെഡ് വയർ എടുത്ത് ഒരു സ്വിച്ചിൻ്റെ മുകൾ ടെർമിനൽ നമ്മൾ കൊടുത്തു. അടുത്ത മഞ്ഞ കളർ വയർ നേരെ സ്ലീവ് കളഞ്ഞിട്ട് നേരെ ഫാനിൻ്റെ വയറുമായിട്ട് വേണം കണക്ട് ചെയ്യാൻ. ഫാനിൻ്റെ അതിൽ ന്യൂട്രൽ കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് ന്യൂട്രലായിട്ട് പോകുന്നു. അതിൽ നിന്ന് ഒരു വയർ, അതായത് കൺട്രോൾ വയർ, ഇതുമായിട്ട് വേണം ജോയിൻറ്റ് ചെയ്യാൻ. ഈ മഞ്ഞ വയറുമായിട്ട് വേണം ജോയിൻറ്റ് ചെയ്യാൻ. കണക്ഷൻ ഒന്ന് പറഞ്ഞുതരാം.
അടി ടെർമിനലെല്ലാം നമ്മൾ ഫേസ് കയറ്റി കൊടുത്തു. എല്ലാ സ്വിച്ചിൻ്റെ അടി ടെർമിനൽ ടു അടി ടെർമിനലാണ് കയറി പോകുന്നത്. ഇതിൽ നിന്നാണ് ഡയറക്റ്റ് ഒരു ഫേസ് കയറി നേരെ വരുന്നത്. അപ്പോൾ അടിക്കാലിലല്ലായി. സ്വിച്ചിൻ്റെ മേൽ സൈഡിൽ നിന്ന് വരുന്നത് സോക്കറ്റിൻ്റെ വലത് സൈഡിലത്തെ ടെർമിനലിൽ വന്ന് കയറുന്നു ഫേസ്. പിന്നെ വരുന്ന ലെഫ്റ്റ് സൈഡിലെ ടെർമിനൽ വഴി ന്യൂട്രൽ ഇവിടെ വരെ എത്തുന്നു. ഈ സോക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് പോകുന്നത്. അതേപോലെ തന്നെയാണ് എർത്തും ഏറ്റവും മുകളിലത്തെ ടെർമിനലിൽ നിന്ന് മുകളിലത്തെ ടെർമിനലിലോട്ട് എത്തുന്നു. ഇതിലാണ് ഡയറക്റ്റ് എർത്ത് വന്ന് കയറുന്നത്. ബാക്കി വൺ വേ സ്വിച്ചിൻ്റെ എല്ലാം മുകളിലത്തെ ടെർമിനലിൽ ലൈറ്റ് കൺട്രോളാണ്. 2 ലൈറ്റ് കൺട്രോൾ, അതേപോലെ ഫാൻ കൺട്രോൾ ഡിമ്മറിൽ കയറുന്നു. ഈ മഞ്ഞ വയറിൻ്റെ അകത്ത് ഫാനിൻ്റെ ഒരു കൺട്രോൾ വയർ നമ്മൾ ജോയിൻ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ന്യൂട്രൽ അതിൽ കോമൺ ആയിട്ടാണ് വരുന്നത്. സിമ്പിളായിട്ടൊരു കണക്ഷനാണ്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വിശദീകരിച്ച് തരുന്നത്. ഒന്നും കൂടി പറയാം. അടിയിലത്തെ സ്വിച്ചിൻ്റെ അടി ടെർമിനലെല്ലാം ഫേസും അതെല്ലാം ലൂപ്പിംഗ് ആണ്, കയറി ഇറങ്ങി പോകുന്നു. സ്വിച്ചിൻ്റെ മുകൾ സൈഡെല്ലാം കൺട്രോൾ ലൈനുകളാണ് വരുന്നത്. മുകളിൽ വെച്ചേക്കുന്ന 3 എണ്ണത്തിൽ 3 കൺട്രോളായിട്ടാണ് വരുന്നത്. താഴെ വെച്ചേക്കുന്ന 2 സ്വിച്ചിൽ നിന്ന് 2 സോക്കറ്റുകളും അതിൻ്റെ സ്വിച്ചിൻ്റെ മുകളിലത്തെ ടെർമിനലിൽ നിന്ന് സോക്കറ്റിൻ്റെ വലത്തെ ടെർമിനലിൽ കയറുന്നു. അങ്ങനെ കോമൺ ആയിട്ട് പോകുന്നു. അതേപോലെ ന്യൂട്രും കോമൺ ആയിട്ട് എർത്തും കോമൺ ആയിട്ട് ആണ് പോകുന്നത്. സിമ്പിൾ കണക്ഷനാണ്. നോക്കി ചെയ്താൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്ന LEസിൻ്റെ 12 മൊഡ്യൂൾ ബോക്സും അതേപോലെ LEസിൻ്റെ 6 ആംപ്സിൻ്റെ സ്വിച്ചും സോക്കറ്റും അതേപോലെ ഫാൻ്റെ ഡിമ്മറുമാണ് ഉപയോഗിച്ചേക്കുന്നത്. നോർമൽ സ്ക്വയർ ടൈപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. സിമ്പിളായിട്ടൊരു സ്വിച്ച് ബോർഡാണ്. നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഇതാണ്. വലിയ മോഡേണായിട്ടൊന്നുമില്ല. സിമ്പിൾ ഒരു കണക്ഷനുമാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്.